ഹലോ ഇറ്റ്സ് മീ സിബിൻ ഹിയർ. ഇന്നത്തെ വീഡിയോയും AI കുറിച്ച് തന്നെയാണ്. കഴിഞ്ഞ 2 വീഡിയോ ഞാൻ മിഡ്ജേണിയെ കുറിച്ചാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് പേരുടെ ഒരു പ്രശ്നമായിരുന്നു, അത് പെയ്ഡ് ആണ്, അതുകൊണ്ട് അതിൽ കുറേ പേർക്ക് ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയാൽ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ ഈ ഒരു പുതിയൊരു സോഫ്റ്റ്വെയർ ആക്ച്വലി മിഡ്ജേണിയെ കടത്തിവിട്ടും എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും വളരെ കോമ്പറ്റീറ്റീവായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, മിഡ്ജേണിയിൽ അത്രയും ഹൈ ക്വാളിറ്റി ഇമേജസ് അല്ലെങ്കിൽ പോലും പുതിയ ഒരുപാട് ഫീച്ചേഴ്സാണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ന്യൂ കോൺസെപ്റ്റ് തന്നെയാണ്. ഒരു AI ഇമേജ് ജനറേഷൻ്റെ ഒരു സോഷ്യൽ മീഡിയ പോലെ, ഇൻസ്റ്റാഗ്രാം പോലെയൊക്കെ തന്നെയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നതാണ് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കും മേ ബി ഒരു ഐഡിയോഗ്രാം എന്ന് പറഞ്ഞ പേര് കൊടുത്തിരിക്കുന്നത്. ഇഡിയോഗ്രാം എന്നാണോ ഐഡിയോഗ്രാം എന്നാണോ സ്പെൽ ചെയ്യണമെന്ന് അറിയില്ല, രണ്ടും നമുക്ക് വിളിക്കാം. അപ്പോൾ ഐഡിയോഗ്രാം എന്ന് ഞാൻ കളയുന്നു. ഓക്കെ, ഇതുപയോഗിച്ച് നമുക്ക് ഇമേജ് ജനറേറ്റ് ചെയ്യാൻ മിഡ്ജേണി പോലെ തന്നെ നമുക്കൊരു ടെക്സ്റ്റ് പ്രോംപ്റ്റ് വഴി ഇമേജ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ലൈവായിട്ട് ഇമേജിയുടെ പോപ്പുലറായിട്ടുള്ള ഇമേജസ് വന്നുകൊണ്ടിരിക്കുന്നതാണ് കാണാൻ പറ്റുന്നത്. വളരെ സോഷ്യലൈസ് ചെയ്യാന്നുള്ള രീതിയിൽ ഇവരുടെ ഒരു ഇൻ്റർഫേസ് നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം എല്ലാ യൂസേഴ്സും ജനറേറ്റ് ചെയ്യുന്ന ഇമേജസിൽ പബ്ലിക്കാണ്, നമുക്ക് കാണാൻ പറ്റും. ഇത് ഫ്രീ ആക്സസ് ആണ്. സിംപ്ലി ideogram.ai ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈൻ അപ്പ് ചെയ്യാൻ പറ്റും. ഇനി ഇതിലുള്ള ഫീച്ചേഴ്സ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഐഡിയോഗ്രാമിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റ് ഇമേജിലൂടെ ജനറേറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ പറയുന്ന ടെക്സ്റ്റ് ആ ഇമേജിനുള്ളിൽ പ്രിൻറ്റ് ചെയ്ത് വരും. നമുക്ക് മറ്റ് യൂസേഴ്സ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഓക്കെ, കിറ്റീസ് പിക്സൽ വേഴ്സ്. സോ ടെക്സ്റ്റ് വന്നിരിക്കുന്നുണ്ടോ, വെക്ടർ ലോഗോ ഫോർ എ കമ്പനി നെയിംഡ് കിറ്റീസ് പിക്സൽ വേഴ്സ്. കിറ്റീസ് പിക്സൽ വേഴ്സ് എക്സാക്ട് നെയിമോടെ വന്നിരിക്കുകയാണ്. സോ അതുപോലെ തന്നെ എ സിമ്പിൾ ലോഗോ യൂസിങ് ടെക്സ്റ്റ് 360 TSINZ. സോ അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അതുപോലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഡിസ്നി കോവിഡ് കാർട്ടൂൺ ക്യാരക്ടർ ബേസ് ചെയ്തിട്ടുള്ളൊരു ഡിസ്നിയുടെ ഒരു സിനിമ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. എ പോസ്റ്റർ ഫോർ എ ഡിസ്നി പിക്ചർ മൂവി കോൾഡ് കോവിഡ് ഫീച്ചറിങ് എ മെയിൻ ക്യാരക്ടർ ദാറ്റ് ഈസ് എ ഗ്രീൻ വൈറസ്. സോ ഇത്രയും ക്രിയേറ്റീവായിട്ട് ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള AI ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ ഒരുപാട് ആളുകൾ ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ട് ഇതിനുള്ളിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിനുള്ള അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും പ്രൊഫൈലുണ്ട്. അപ്പോൾ എനിക്കിവിടെ ഒരു പ്രൊഫൈൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇൻസ്റ്റാഗ്രാം പോലെ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന, എനിക്ക് മാനുവലി പിക്ചർ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ പ്രോംപ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ഇമേജസ് ഇവിടെ ഡിസ്പ്ലേ ആവും. സോ ഇതിലേക്ക് ഞാൻ ഇപ്പോൾ വരാം. അതിന് മുന്നായിട്ട് ഇഡിയോഗ്രാമിൽ ടെക്സ്റ്റ് ഉപയോഗിച്ച് നമുക്കൊരു പ്രോംപ്റ്റ് എൻ്റർ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നൊരു ലോഗോ ആണ്. അപ്പോൾ ഞാൻ പ്രോംപ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. മിനിമലിസ്റ്റ് ലോഗോ ഫോർ ഡിസൈൻ ഫോർ എ റെസ്റ്റോറൻറ്റ് സെല്ലിംഗ് ബർഗേഴ്സ് ഫീച്ചറിങ് ദ ടെക്സ്റ്റ് ജംബോ ബർഗേഴ്സ്. ജംബോ ബർഗർ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിന് വേണ്ടിയിട്ടുള്ളൊരു ലോഗോ വേണം. ഓക്കെ, നമുക്കിവിടെ കുറച്ച് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇവിടെ മിഡ്ജേണിയിൽ നമ്മൾ കസ്റ്റം പാരാമീറ്റേഴ്സായിട്ട് നമ്മൾ പാസ് ചെയ്തതിന് അവരുടെ ഓപ്ഷൻസ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് 1:1 റേഷ്യോയുള്ളൊരു ഇമേജ് ചൂസ് ചെയ്യാം. ഇതിനുള്ളിൽ നമുക്കൊരു പറ്റിയൊരു ഡിസൈൻ നോക്കാം. നമ്മൾ തൽക്കാലം ഓപ്ഷൻസ് ഒന്നും കൊടുക്കാതെ ഞാൻ ജനറേറ്റ് ചെയ്യണം. നമുക്ക് നോക്കാം എന്താണ് ജനറേറ്റ് ആവുന്നത്. സോ ഇവിടെയും ബ്ലറി ആയിട്ട് ഇമേജ് തെളിഞ്ഞു വരുന്നത് കാണാം. AI അങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുക, പിക്സലേറ്റ് ചെയ്തുകൊണ്ടാണ്, ഓരോ പിക്സൽ ലേൺ ചെയ്ത് ബേസ് ചെയ്തിട്ടാണ് ഈ ഇമേജ് ജനറേറ്റ് ആവുന്നത്. സോ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 4 ലോഗോ ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. ജംബോ ബർഗേഴ്സ്, നമ്മൾ പറഞ്ഞിരിക്കുന്ന ജംബോ ബർഗേഴ്സ് എന്ന് പറയുന്ന ലോഗോ ആണ്. ജംബോ ബർഗേഴ്സ്. വാവ്, ക്ലിയർലി വാം തന്നെ പറയാം. ഇപ്പോൾ ലോഗോ ഡിസൈൻ ചെയ്യാനായിട്ട് ഇനിയിപ്പോൾ നമുക്ക് ലോഗോ ഡിസൈൻ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങളിത് മനസ്സിലാക്കാൻ, നിങ്ങളൊരു ഗ്രാഫിക് ഡിസൈനറാണ്, ഒരു മീഡിയ കമ്പനി ആണെങ്കിൽ തീർച്ചയായിട്ടും AI ക്രിയേറ്റ് ചെയ്യുന്ന റെവല്യൂഷനാണ് നിങ്ങൾ പറയേണ്ടത്. അപ്പോൾ ടെക്സ്റ്റ് ഇതുവരെ ഇമ്പോസിബിൾ ആയിരുന്നു. ഇമ്പോസിബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടില്ല. AI ടെക്സ്റ്റ് ട്രെയിൻ ചെയ്തുകൊണ്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ടായിരുന്നില്ല എന്ന് മാത്രം. സോ ടെക്സ്റ്റ് കൂടി ട്രെയിൻ ചെയ്തുകൊണ്ട് പുതിയ വെർഷൻ ഓഫ് AIs വന്നുകൊണ്ടിരിക്കുകയാണ്. സോ മിഡ്ജേണിനെ കടത്തി വെട്ടിക്കൊണ്ടാണ് ഐഡിയോഗ്രാമിൽ ഈ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. സോ ഇതൊരു റെവല്യൂഷനാണ്. അപ്പോൾ ഒരു ഇൻ്റർനെറ്റ് മുഴുവൻ ഇപ്പോൾ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ടൂള്. ഇപ്പോൾ ജംബോ ബർഗർ വന്നു. ഇനി നമുക്ക് ഇതിനുള്ളിൽ വീണ്ടും റീമിക്സ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇതിൻ്റെ തന്നെ ഒരു മോഡലാണ് വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റീമിക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇതിപ്പോൾ ഇത് കൺഫേം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഫുൾ ക്വാളിറ്റി ഇമേജ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഇവിടെ കിട്ടും. ഇനി നമുക്കിത് റീമിക്സ് ചെയ്ത് ഇതിൻ്റെ വീണ്ടും വേരിയേഷൻസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ റീമിക്സ് ക്ലിക്ക് ചെയ്യാം. പ്രോംപ്റ്റിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ എടുത്ത് തന്നാൽ ഇപ്പോൾ 3D റെൻഡർ ഞാൻ ക്ലിക്ക് ചെയ്യാണ്. ഇതിൻ്റെ 3D റെൻഡറാണ് എനിക്ക് വേണ്ടതെന്ന് വെച്ചിരിക്കും. ഞാൻ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലോഗോൻ്റെ എക്സ്പെക്റ്റിംഗ് നല്ലൊരു 3D ലോഗോ ആയിട്ട് കിട്ടുന്നതായിരിക്കാം. നമുക്ക് വെയിറ്റ് ചെയ്യാം. മിഡ്ജേണിൻ്റെ അത്ര പെർഫോമൻസ് ഇല്ല, മേ ബി ഒരു ഏർലി സ്റ്റേജിലാണ്. അപ്പോൾ കുറച്ചും കൂടി 3D ആയിട്ടുള്ള ഒരു ഇമേജാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ജംബോ ബർഗേഴ്സ്. സോ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, കുറച്ചുകൂടി 3D ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതും വീണ്ടും റീമിക്സ് ചെയ്ത കസ്റ്റം കമാൻഡുകൾ കൊടുത്ത് വീണ്ടും ഇംപ്രൂവൈസ് ചെയ്ത് പോരാം. ഇനി അടുത്തായിട്ട് ഞാൻ കുറച്ച് ഹാപ്പി ഓണം ട്രൈ ചെയ്ത് നോക്കിയിരുന്നു. അപ്പോൾ ഹാപ്പി ഓണത്തിൻ്റെ 3D ഇമേജാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് പ്രോംപ്റ്റ് കൊടുത്ത് ഹാപ്പി ഓണം ആണ് 3D ടെക്സ്റ്റ് വിത്ത് കേരള ഓണം ബാക്ക്ഗ്രൗണ്ട്. ബാക്കി ഇതൊന്നും വന്നില്ലെങ്കിലും ഇത്രയും ഓപ്ഷൻസാണ് ജനറേറ്റ് ആയത്. സോ അപ്പോൾ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയാസൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബിസിനസ്സിനെ കുറിച്ചൊക്കെ റൈറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈസി ആയിട്ട് പോസ്റ്റ് ജനറേറ്റ് ചെയ്യാം, അതൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ക്രിയേറ്റ് ലോഗോ ആൻഡ് ഫാഷൻ, ക്രിയേറ്റീവ് ഫാഷൻ ബ്രാൻഡ്.
സോ ഇത്രയും പെട്ടെന്ന് തന്നെ ഇവോൾവ് ചെയ്ത് വന്നിട്ടുണ്ട്, ടെക്സ്റ്റ് പോലും. അതുപോലെ ഞാൻ ട്രൈ ചെയ്ത മറ്റ് പ്രോംപ്റ്റുകളാണ് ലൂസിഫർ സിനിമ പോസ്റ്റർ സ്റ്റാറിങ് സൗത്ത് ഇന്ത്യൻ ആക്ടർ മോഹൻലാൽ, എ ഗാങ്സ്റ്റർ റിയലിസ്റ്റിക് സൂപ്പർ ഡീറ്റെയിൽഡ് ഫേസ് സിനിമാറ്റിക് ഫോട്ടോ. പക്ഷേ അത് ഒരിക്കലും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫേസ് ഇവിടെ കിട്ടിയില്ല. പക്ഷേ എങ്കിലും ഒരു പോസ്റ്ററിൻ്റെ ലുക്കൊക്കെ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഫേസ് സ്വാപ്പ് ടൂളൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഫേസ് ഒക്കെ വേണമെങ്കിൽ സ്വാപ്പ് ചെയ്ത് ബിൽഡ് ചെയ്യാനൊക്കെ പറ്റും. ഇനി നമുക്ക് ഐഡിയോഗ്രാമിൻ്റെ ബാക്കി ഫീച്ചേഴ്സ് എക്സ്പ്ലോർ ചെയ്യാം. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഒരു വാള് പോലെ, ഒരു ഇൻസ്റ്റഗ്രാം പോലെയാണ് എല്ലാ ഇമേജസ് വന്നിരിക്കുന്നത്. നമ്മൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ക്രിയേറ്റിവിറ്റീസ് നമുക്ക് കാണാൻ പറ്റും. അതിൽ നിന്ന് ഇൻസ്പയർ ചെയ്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഈ കാണുന്ന ഒരു ഇമേജ് ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരാൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഇതിന് പല വേരിയേഷൻസ് കാണാം. നമുക്കിത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് റീമിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കത് കമാൻഡ് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സോ അതൊരു സോഷ്യൽ മീഡിയ പോലെ അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, പ്രോംപ്റ്റ് കൊണ്ട് ഇമേജ് ജനറേറ്റ് ചെയ്യുന്നു, അത് പബ്ലിക്കായിട്ട് അവൈലബിൾ ആവുന്നു. പബ്ലിക്കായിട്ട് അവൈലബിൾ ആവുന്നു മാത്രമല്ല, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും റിസൻ്റായിട്ട് ജനറേറ്റ് ചെയ്തിരിക്കുന്ന ഇമേജസ് ട്രെൻഡിങ് ആയിട്ടുള്ളതാണ് ഇപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ റീമിക്സ് ചെയ്ത ഇമേജസ് ഇവിടെ ഹൈ ക്വാളിറ്റിയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് റീസെൻ്റായിട്ട് ജനറേറ്റ് ചെയ്ത ഇമേജസ് ഇവിടെ കാണാൻ പറ്റും. ഏറ്റവും റീസെൻ്റായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എ മിനിറ്റ് എഗോ മാത്രമാണ്. അത്രയും ഫാസ്റ്റായിട്ട് ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഫോളോയിങ് ചെയ്യുന്ന ആളുകൾ മാത്രം ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ ഇതിൽ ഫ്രണ്ട്സിനെ ക്രിയേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ട്രെൻഡിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ഒരു പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്തൊരു യൂസറിലേക്ക് പോവാണ്. ഈ യൂസറെ എനിക്ക് ഇനി ഫോളോ ചെയ്യാം. ഞാനിനി ഫോളോ ചെയ്യുമ്പോൾ ഇനി ഞാൻ ഹോം പേജ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഫോളോ ചെയ്യുന്ന യൂസേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന മാത്രമായിട്ട് എനിക്ക് ഫിൽറ്റർ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ആ ഒരു പേഴ്സൺ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഫോട്ടോസാണ്. ഓക്കെ, സോ ഇങ്ങനെ സോഷ്യലൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതിൻ്റെ കൂടെ തന്നെ എനിക്ക് തോന്നുന്നു കമൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടില്ല. പക്ഷെ നമുക്ക് ലൈക്ക് ചെയ്യാൻ പറ്റും. ലൈക്കിനനുസരിച്ചിട്ടാണ് അത് ട്രെൻഡിങ്ങിലേക്ക് വരുന്നത്. സോ അതൊരു ഡിഫറെൻറ്റ് അപ്രോച്ച് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മിഡ് ജേണി ഉപയോഗിക്കാൻ പറ്റാത്തവർ ധൈര്യമായിട്ട് ഇഡിയോഗ്രാമിലേക്ക് പോവാം. ഫ്രീ ആയിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. AI ബേസ് ചെയ്തിട്ടുള്ള ഇമേജ് ജനറേഷൻ്റെ കപ്പാസിറ്റി നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ലോഗോസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, മിഡ് ജേണി ഉപയോഗിക്കുന്നവർ രണ്ടും തമ്മിൽ ട്രൈ ചെയ്യുക, കമ്പയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇനിയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള AI റിലേറ്റഡ് വീഡിയോസും ടെക്നോളജി റിലേറ്റഡ് വീഡിയോസും കാണാനായിട്ട് മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്താലാണ് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. ഓക്കെ, ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.